السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي حمدا يضافي نعمه ويكافئ مزيدا. وأشهد أن لا إله إلا الله وحده لا شريك له شهادة عبد أقر له بالألوهية واعترف له بالوحدانية. وأشهد أن محمدا عبد الله ورسوله وصفيه من خلقه وخليله، بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الأمة وتركنا على البيضاء لا يزيغ عنها إلا كل هالك. اللهم صل وسلم على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما قل وكفى خير مما كثر وألهى فإنما توعدون لآت وما أنتم بمعجزين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بالسلام ذلك يوم الخلود. صدق الله العظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തരും പരമകാരുണ്യകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ പൂർണ്ണ വിരാമത്തിന്റെ നിറവിലും തികവിലും ലോകത്താകമാനം വിശ്വാസികൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. ലോകത്ത് ഒന്നാകെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യ, മധ്യേഷ്യ, മറ്റു എല്ലാ വൻകരകളിലും മുസ്ലിം സമൂഹത്തിൻ്റെതായ ഒരു ഏകത ഈ ഈദുൽ ഫിത്ർ സമ്മാനിക്കുന്നുണ്ട്. ഈ നിമിഷത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ വിശേഷവും വർത്തമാനവും മുസ്ലിം സമൂഹം ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നു എന്നത് തന്നെയാണ്. ഏവർക്കും എൻ്റെ ഹൃദ്യമായ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും അഅമാലസ് സാലിഹാത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിൽ ജീവിതത്തെ നിശിതമായ പരിശോധനക്ക് വിധേയമാക്കി അകവും പുറവും ചിന്തിച്ച് കുറവുകളും പോരായ്മകളും ഒക്കെ പരിഹരിച്ച് റയ്യാനിലൂടെ ജന്നാത്തുൽ അലയിലെത്തി അവിടുന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു നമ്മൾ. പക്ഷേ എത്ര ഔപചാരികമായിട്ടാണ് ഈ റമദാൻ നമ്മിൽ നിന്ന് അവസാനിച്ചു പോയത്. തീർച്ചയായും വേർപാടിന്റെ വിരഹവേദനയോട് കൂടിയാണ് വിശ്വാസി സമൂഹം പരിശുദ്ധ റമദാനിന് യാത്രാമംഗളങ്ങൾ നേർന്നത്. കാരണം റമദാനിനെ നാം അത്രയേറെ സ്നേഹിച്ചു പോയിട്ടുണ്ട്, ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് നാം ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷേ റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. അല്ലെങ്കിലും രാവും പകലും മാറി മാറി വരും, വെയിലും മഴയും തണുപ്പും ചൂടും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം യുഖല്ലിബുൽ ലൈല വന്നഹാർ, അതിങ്ങനെ മാറി മാറി വരും. കാരണം മാറ്റങ്ങൾ അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? രോഗങ്ങൾ നമ്മൾ കാണാത്ത വിധത്തിൽ പുതിയ പുതിയ രോഗങ്ങൾ നമ്മൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ക്യാൻസറും സ്ട്രോക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങളും ഒക്കെ പനിയും ജലദോഷവും പോലെ സാർവത്രികമായി മാറുന്നില്ലേ? നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നില്ലേ? മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് റമദാന് പോയേ മതിയാകും, അടുത്ത റമദാന് വന്നേ മതിയാകും. അതിനാൽ എല്ലാം പോയിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ പലരും പോകും.
നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സത്യവിശ്വാസികളുടെ അമലുകൾ മാത്രമാണ് നഷ്ടപ്പെടാതെ നിൽക്കുന്നത്. ഇന്നല്ലാഹ ലം യജഅൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മനുഷ്യന്റെ കർമ്മ നൈരന്തര്യത്തിന് ഒരു അവധി റബ്ബ് തീരുമാനിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, റമദാനിന്റെ എന്താണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്? റമദാനിന്റെ ജസദ് മാത്രമാണ് വിട പറഞ്ഞിട്ടുള്ളത്. റമദാനിന്റെ ആത്മാവ് നമ്മിലുണ്ട്. നമ്മളിലുള്ള ആത്മാവിനെ ഇനിയുള്ള 11 മാസക്കാലം റമദാനിന്റെ റൂഹുമായി, റമദാനിന്റെ ആത്മാവുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിൽ നിന്ന് ശവ്വാലിലേക്ക് കടക്കുമ്പോൾ ഈ ശവ്വാൽ നമ്മളോട് പലതും പറയുന്നുണ്ട്. ഈ ശവ്വാൽ നമ്മളോട് പലതും ചോദിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ശക്തമായി നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. എന്താണ് റമദാനിൽ നിന്ന് ശവ്വാലിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ തീരുമാനം എന്താണ്? നോക്കൂ, ശവ്വാലും റമദാനും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. പക്ഷേ പരിശുദ്ധമായ റമദാനിൽ നമ്മളും നരകവും തമ്മിലുള്ള അകലം 70 ഗ്രീഷ്മകാലം അകന്നു പോയിട്ടുണ്ട്, വിദൂരമായി പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇനി അടുത്ത നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അകന്നുപോയ റമദാനിലെ നമ്മിലേക്ക് അടുപ്പിക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയത്ത് ചെയ്യുവാനുള്ളത്. റൈത്താബിന്റെ ഇമ്രാൻ എന്ന വിഡ്ഢിപ്പടനെ പോലെ നാം ആവരുത്. രാവിലെ തന്നെ തോടികളോടൊപ്പം വന്ന് വൈകുന്നേരം വരേക്കും വ്യത്യസ്തങ്ങളായ വർണ്ണാഭമായ നൂലിഴകൾ ചേർത്ത് അലങ്കാര വസ്ത്രം നെയ്തുണ്ടാക്കിയതിനു ശേഷം വൈകുന്നേരമാകുമ്പോൾ ആ നൂലിന്റെ ഓരോ ഇഴകളും അഴിച്ചടിച്ച് പഴയ സ്ഥിതിയിലാക്കി മാറ്റുന്ന, എടുത്ത പണി മുഴുവൻ വൃഥാവിലാക്കുന്ന ആ വിഡ്ഢിപ്പെണ്ണിനെ പോലെ, റൈത്താബിന്റെ ഇമ്രാൻ എന്ന വിഡ്ഢിപ്പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. പരിശുദ്ധ ഖുർആന്റെ റബ്ബിന്റെ തീരുമാനമാണ്. നാറാണത്ത് ഭ്രാന്തന്മാരെ പോലെ നാം ആവരുത്. കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റി, മുകളിലെത്തുമ്പോൾ അത് താഴേക്ക് ഇട്ട് കളയുന്നവരെ പോലെ അങ്ങനെ നാറാണത്ത് ഭ്രാന്തന്മാരാകരുത് നമ്മൾ. റമദാൻ അവസാനിച്ചാൽ പെരുന്നാളാണ്. പക്ഷേ നമ്മുടെ ആയുസ് അവസാനിച്ചാലോ? നമുക്കറിയാം, ആയുസ് അവസാനിച്ചാലും അങ്ങനെ തന്നെയാവണം. മരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ബർസഖിൽ മൈലാഞ്ചി ചുവപ്പണിഞ്ഞ് ജന്നാത്തുൽ ഫിർദൗസിൽ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിന്റെ ഒരു വിളംബരമുണ്ട്, റബ്ബിന്റെ ഒരു വിളിയാളമുണ്ട്. സ്വർഗമിത സമാഗതമായിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി അതിവിദൂരമല്ലാത്തടുത്ത് സ്വർഗമിത എത്തിച്ചേർന്നിരിക്കുന്നു. അതേ, ആ സ്വർഗം ആർക്കുള്ളതാണെന്ന് അറിയുമോ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, പടച്ചതമ്പുരാനിലേക്ക് പശ്ചാത്തപ പരവശനായി മടങ്ങുന്ന അവർക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. അള്ളാഹുവിനെ അദൃശ്യമായ രീതിയിൽ ഭയപ്പെടുന്നവർക്ക്, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നവർക്കുള്ളതാണ്. അള്ളാഹുവിന്റെ വിളംബരമാണ്. നിങ്ങൾ അതിൽ പ്രവേശിച്ചുകൊള്ളുക, സമാധാനത്തോടു കൂടി പ്രവേശിച്ചുകൊള്ളുക. അത് നിങ്ങൾക്ക് ശാശ്വതവാസത്തിനുള്ള സ്ഥലമാകുന്നു. ആകാശ ലോകത്തു നിന്നുള്ള വിളിയാളം കേൾക്കുന്നില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിളംബരം കേൾക്കുന്നില്ലേ? ഈ ഈദ് മുസല്ലയിൽ സന്നിഹിതരായ വിശ്വാസ സമൂഹത്തെ നോക്കി റബ്ബിന്റെ ഒരു വിളംബരമുണ്ട്. നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുക. അള്ളാഹുവിന്റെ പാപമോചനം സിദ്ധിച്ചവരായി, അവന്റെ അപരമീയമായ കാരുണ്യത്താൽ മഗ്ഫിറ ലഭിച്ചവരായി നിങ്ങൾ പിരിഞ്ഞു പോവുക എന്നത് റബ്ബിന്റെ വിളംബരമാണ്. ഈ സദസ്സിനെ നോക്കിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നാം മുഴക്കുന്ന ഈ തക്ബീർ ഒരു താരാട്ടുപാട്ടല്ല, ദുഃഖസാന്ദ്രമായ ടൂണിൽ ചൊല്ലേണ്ടതുമല്ല. മറിച്ച് ഈ പ്രപഞ്ചനാഥന്റെ പരമാധികാരത്തിന്റെ അവകാശ പ്രഖ്യാപനമാണ്. നാം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന ഈ തക്ബീർ. ഞാനും ഈ ആകാശവും ഭൂമിയും കായലും കടലും പക്ഷിമൃഗാദികളും സസ്യലതാദികളും ഇടജന്തുക്കളും സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബിന്റെ അള്ളാഹുവിൻ്റെതാണ് എന്ന ഉടമസ്ഥാവകാശ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീറിലൂടെ ലോകത്തോട് നാം പ്രഖ്യാപിക്കുന്നത്. ദുഷ്ടനായ നമ്രൂദിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വിപ്ലവകാരിയായ പ്രവാചകൻ പ്രഖ്യാപിച്ച തക്ബീറാണിത്. ഫാഷിസ്റ്റായ ഫിർഔന്റെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളംബരം ചെയ്ത തക്ബീർ.
ഉപജാപകനായ അബൂജഹലിന്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച തക്ബീറാണ്. ഇതൊരു ഉൾക്കരുത്താണ്. തീർച്ചയായും ഈ ഉൾക്കരുത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഈ ഉമ്മത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് ജയിക്കണം പ്രിയമുള്ളവരെ, നമുക്ക് ജയിക്കണം. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നമുക്ക് ജയിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ജയിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിലായിരിക്കണം ഈ സമുദായം അവരുടെ അജണ്ടകൾ നിശ്ചയിക്കേണ്ടത്. നമ്മൾ ഒരു ഖൈർ ഉമ്മത്തല്ലേ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ഉയർക്കൊണ്ട ഉത്തമ സമുദായമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളിവിടെ ഒന്നാണ്. എന്തുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല രൂപകൽപ്പന ചെയ്ത സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്, ഒരു കെട്ടിടത്തെ പോലെ നമ്മൾ ഒന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ കഅസ്നാരിൽ മുഷ്ത, ഒരു ചീർപ്പിന്റെ പല്ലുകളെ പോലെ നമ്മൾ ഒന്നാണ്. ഇവിടെ സംഘടനകളുടെ വേലിക്കെട്ടുകളില്ല, പ്രത്യയശാസ്ത്രങ്ങളുടെ അതിർവരമ്പുകളില്ല, ആശയ സംഘടനകളുടെ ബഹളങ്ങളില്ല. ഈദ് മുസല്ലയിൽ റബ്ബിന്റെ മഗ്ഫിറത്തും അവന്റെ കനിവും തേടി അപേക്ഷിച്ചു കൊണ്ടുവന്ന അവന്റെ അടിമകളാണ് ഇവിടെയുള്ളത്. ഈ അടിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയുമോ? വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, നിങ്ങൾ ഒരു സന്തുലിത സമുദായമാണ്, ഒരു മധ്യമ സമുദായമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അർപ്പിതമായ ദൗത്യത്തിന്റെ ഗിരിമ കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറ ഉമ്മത്തി എന്നും ഉമ്മത്തൻ വസത എന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധന ചെയ്തത്. കേവലം ഒരു ആൾക്കൂട്ടത്തെയല്ല. അള്ളാഹു ഉമ്മത്ത് എന്ന് പറഞ്ഞത് അൽ ഉമ്മ ഖൗമുൻ മഅരിസാല, ദൗത്യമുള്ള ഒരു സമൂഹത്തെ, ദൗത്യമുള്ള ഒരു സമുദായത്തെയാണ് റബ്ബ് ഉമ്മത്ത് എന്ന് വിളിക്കുന്നത്. ഈ ദൗത്യ നിർവഹണത്തിന്റെ വഴിയിൽ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും സാദാത്തുക്കൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഉമ്മത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഉമ്മത്തിന്റെ അവകാശങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള സമരരംഗത്ത് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഉമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന ഉമ്മത്തി പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായിരിക്കണം നമ്മൾ. അതേ, അവിശ്വാസികളോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന, ആദർശപരമായി ആശയപരമായി കടുത്ത നിലപാട് സ്വീകരിക്കുന്ന, അദില്ലത്തിൻ അൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അൽ കാഫിരീൻ, അവിശ്വാസികളോട് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അഭിമാനം പ്രകടിപ്പിക്കുന്ന, വിശ്വാസികളോട് കനിവും അലിവുമുള്ള ഒരു സമുദായമാണ്. ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധിയിലാക്കുന്ന ആളുകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഉമ്മത്തിന്റെ പ്രയാണത്തെ തടസ്സം നിൽക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂട്ടത്തിൽ കിടന്ന് മുളക്കുന്ന കുരുക്കളെ തിരിച്ചറിയാതെ ഈ സമുദായത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അധികാരത്തിന്റെ അപ്പക്കഷ്ടത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അധികാരികളുടെ ഓരം ചേർന്ന് ഈ ഉമ്മത്തിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെയും സമൂഹത്തെയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് കൊടുക്കുന്നതല്ല. അല്ലാഹുവിന് അറിയാമടോ, അല്ലാഹുവിനറിയാമടോ, അന്നക്കും കുന്തും തഖ്താറൂന അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മവഞ്ചന ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂൽ, അതെ, നിങ്ങൾ അല്ലാഹുവിനോട് വഞ്ചന കാണിക്കരുത്, പടച്ചതമ്പുരാനെ പറ്റിക്കരുത്, അല്ലാഹുവിനെ ചതിക്കരുത്, വറസൂല, അല്ലാഹുവിന്റെ റസൂലിനെ ചതിക്കരുത്, വലാ തഖൂനു അമാനാതികും, നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളെ, ഉത്തരവാദിത്തങ്ങളോട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അബൂ ലുബാബ റളിയല്ലാഹു എന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ യഹൂദി ഗോത്രത്തിലേക്ക്, ബനൂ ഖുറൈദയിലേക്ക് ഒരു സന്ധി സംഭാഷണത്തിന് അയച്ചപ്പോൾ പ്രവാചകൻ പറയാത്ത ഒരു കാര്യത്തെ യഹൂദി ഗോത്രത്തിൽ പോയി അദ്ദേഹം അവരോട് പറഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ കൊല്ലാനാണ് തീരുമാനമെന്ന് റസൂല് പോലും ആഗ്രഹിക്കാത്ത, റസൂല് പോലും ഇഷ്ടപ്പെടാത്ത, റസൂല് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ സ്വന്തം വകയായി പറഞ്ഞതിന് റബ്ബ് അവതരിപ്പിച്ച വചനമാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വലാ തഖൂനു അൻഫുസകും, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും നിങ്ങളിൽ അർപ്പിതമായ ദൗത്യങ്ങളെയും ഉത്തരവാദിത്തത്തെയും നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് നമുക്കറിയാം. വിവിധങ്ങളായ പരീക്ഷണങ്ങളുടെ ആശങ്കകൾ നമ്മുടെ മുകളിൽ കാർമിക കെട്ടുകളായി ഉരുണ്ടുകൂടുന്നുണ്ട്. ലോകം മുഴുവൻ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി മുസ്ലിം സമാജം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ഇറാനെ നാം മറന്നുകൂടാ, പലസ്തീന മറന്നുകൂടാ. എല്ലാം നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് തന്നെ ബഹുസ്വരതയുടെ മഹിതമായ മാതൃക കാത്തു സൂക്ഷിച്ചിരുന്ന നമ്മുടെ ഭാരതത്തിൽ ഒറ്റ സ്വരം മാത്രം മതി എന്ന ധിക്കാരത്തിന്റെ തീവ്രവാദത്തിന്റെ ഇരകളായി
മുസ്ലിം സമൂഹവും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായവും ദളിതരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്തിത്വ പ്രതിസന്ധിയെ നാം അനാവരണം ചെയ്യുന്നുണ്ട്. പക്ഷേ അപകർഷതാബോധവും നിരാശയുമല്ല പ്രിയമുള്ളവരെ ഈ ഉമ്മത്തിനെ സമൂഹത്തെ നയിക്കേണ്ടത്. തീർച്ചയായും നാം ആർജിച്ചെടുക്കുന്ന ഈ മാനിന്റെ കരുത്തുകൊണ്ട് മാത്രമേ വരാനിരിക്കുന്ന നാളുകളെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഓഫറാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് റബ്ബിന്റെ വാഗ്ദാനമാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ നാം ആധിപത്യം നൽകാം. നിങ്ങൾക്ക് അധികാരമാണോ വേണ്ടത്? നാം നിങ്ങൾക്ക് അധികാരം നൽകാം. നിങ്ങൾക്ക് മുമ്പുള്ള ജനപഥങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആധിപത്യം നൽകിയതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ടതെന്ന നിങ്ങളുടെ മതത്തെ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഭയചകിതയ്ക്ക് ശേഷം, നിങ്ങൾ അനുഭവിക്കുന്ന ഭയാശങ്കൾക്ക് ശേഷം അവൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകും. എങ്ങനെയാണെങ്കിലാണെന്ന് അറിയുമോ? നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്റെ കൂടെ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആരാധിക്കുന്ന മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആകാശ ലോകത്ത് നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആധിപത്യം നൽകാമെന്ന് പറയുന്നത്, അധികാരം നൽകാമെന്ന് പറയുന്നത്, നിർഭയത്വം നൽകാമെന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് പാതിരാവുകളിൽ, അന്ധകാര നിബിഡമായ രാവുകളിൽ നാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമു വലാ യഖാഫുക ഫീനാ. റബ്ബേ, ഞങ്ങളുടെ മേൽ കരുണയില്ലാത്ത, നിന്നെ ഭയപ്പെടാത്ത അധികാരികളെ ഞങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കരുത് എന്ന് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. പക്ഷേ പ്രാർത്ഥന മാത്രം മതിയാകുമോ? പോരാ. പ്രാർത്ഥനയ്ക്കൊപ്പം പ്രവർത്തനം തുടർത്തുമ്പോൾ മാത്രമാണ് കൃത്യവും ആസൂത്രിതവുമായ ചുവടുപ്പുകളാണ് നമുക്ക് വേണ്ടത്. പ്രവാചകന്റെ ഒരു നിർദ്ദേശമുണ്ട്, മുറൂബിൽ മഅറൂഫ് വൻഹൗ അനിൽ മുൻകർ. നിങ്ങൾ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അധാർമ്മികൾക്കെതിരെ, കൊള്ളരുതായ്മക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഖബല അൻ തദ്ഉ, അല്ലാഹുവോട് നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഫലായുസ്തജാബലക്കും, നന്മ കൽപ്പിക്കാത്ത, തിന്മ വിരോധിക്കാത്ത, അവനവനെ ഏൽപ്പിക്കപ്പെട്ട പ്രബോധനം എന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കാത്ത ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കില്ല. ഫലായുസ്തജാബലക്കും, അത്തരം പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകുകയില്ല. ദൗത്യം മറന്ന ഒരു സമുദായത്തിന്, ദൗത്യം മറന്ന ഒരു സമൂഹത്തിന് റബ്ബിന്റെ സഹായം കിട്ടുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ദീനിന്റെ സഹായികളാണ്. നിങ്ങൾ ഈ ഉമ്മത്തിന്റെ കരുത്താണ്. നിങ്ങൾ ഈ സമുദായത്തിന് ആവശ്യമുള്ളവരാണ്. നിങ്ങളുടെ വിഭവശേഷി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ വിഭവശേഷി സ്ഫോടനാത്മകമാണ്. ആ വിഭവശേഷികൾ, നിങ്ങളുടെ യൗവനം ഒരിക്കലും വാട്സപ്പിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല. നമ്മുടെ ആയുസ് എവിടെയോ കുനിഞ്ഞിരുന്ന് തീർക്കുവാനുമുള്ളതല്ല. ലക്ഷങ്ങൾ വില വരുന്ന ബൈക്കിൽ പാറിപ്പറന്ന് പൊളിഞ്ഞു തീർക്കുവാനുള്ളത് അല്ലല്ല നിങ്ങളുടെ ജന്മം. മയക്കുമരുന്ന് കേസുകളിൽ, തീവ്രവാദ കേസുകൾ അകപ്പെട്ട് എവിടെയോ ഇരുൾ അകപ്പെട്ടു പോകേണ്ട ജീവിതമല്ല നിങ്ങളുടേത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇറാനിലെ നിഷ്ഠൂരമായി വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ നാം മറന്നുകൂടാ. പലസ്തീനിലെ ഗസയിലെ കൊന്നൊടുക്കപ്പെട്ട മക്കളെ മറന്നുകൂടാ. നിരാലംബങ്ങളായ, അനാഥകളായി പോയ മക്കളെ മറക്കാൻ നമുക്ക് സാധ്യമല്ല. ലോകം അത്രയും പ്രയാസകരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ ഒരു യുഗ സംക്രമണത്തിന്റെ സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് കാണുന്ന പ്രയാസപൂർവമായ സാഹചര്യത്തിൽ നിന്ന് പ്രസാദാത്മകമായ ഒരു കാലഘട്ടത്തിലേക്കുള്ള നിലമൊരുക്കലായിരിക്കാം ഇത് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്നിരസിക്കുന്ന തെമ്മാടി രാജ്യങ്ങളായ ഇസ്രായേലും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന ഇറാനിനോട് ഈ സമയത്ത് നാം ഐക്യദാനം പ്രഖ്യാപിക്കുകയാണ്. ആശയപരമായ ഒരുപാട് വിയോജിപ്പുകളുണ്ട്, വല്ലാത്ത വിയോജിപ്പുകളുണ്ട്. പക്ഷേ ക്രൂരതയുടെ പൈശാചിക മുഖമായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ, ഡൊണാൾഡ് ട്രംപിനെതിരെ, അതേപോലെയുള്ള സാമ്രാജ്യത്വ അധികാരമോഹികൾക്കെതിരെ, ലോകത്ത് രസിക്കുന്ന ക്രൂരന്മാരായ തെമ്മാടികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാൻ ജനതയോട് ഹൃദയം കൊണ്ട് നാം ഐക്യപ്പെടുകയാണ്. ഒപ്പം മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ സഹോദരങ്ങളെ മറന്നുകൂടാ. ഒരുപക്ഷെ നമ്മുടെ എല്ലാം സാമ്പത്തിക ക്രമത്തിന്റെ നട്ടെല്ലും അടിത്തറയും
പ്രവാസ ലോകം നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. പ്രിയമുള്ളവരെ, അവരെ മറന്നുകൂടാ. അവർക്ക് വേണ്ടി വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ സ്വകാര്യമായ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാനവികതയുടെ മഹത്തായ സന്ദേശം വിളംബരം ചെയ്ത സന്ദർഭമാണ് പെരുന്നാൾ സുദിനം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. അതെ, ഇതൊരൊറ്റ സമുദായമാണ്. ഇന്ന അബാക്കും ലവാഹിദ വ ഇന്ന ഉമ്മക്കും ലവാഹിദ വ ഇന്ന റബ്ബക്കും ലവാഹിദ. നിങ്ങളുടെ പിതാവ് ഒന്നാണ്, നിങ്ങളുടെ മാതാവ് ഒന്നാണ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. അങ്ങനെ മാനവികത ഉദ്ഘോഷിക്കുന്ന അതിമഹത്തായ സന്ദേശമാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിന്റെ മഹത്തായ ആഘോഷമാണ് പ്രിയമുള്ളവരെ പെരുന്നാൾ. ആഘോഷങ്ങൾ കൂട്ടായ്മയുടെ മഹാമേളകളാൽ നമുക്കല്ലെങ്കിലും ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ സാധ്യമല്ലല്ലോ. മനുഷ്യത്വത്തിന്റെ ഈ മഹാമേളയിൽ ഈദിന്റെ ആഘോഷത്തിൽ ഒന്നിച്ചിരിക്കുവാനും ഒന്നിച്ചുണ്ണുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ അന്യമത സഹോദരങ്ങൾക്ക് സ്നേഹസമ്മാനങ്ങൾ കൈമാറുവാൻ നമുക്ക് സാധിക്കണം. ഈദ് സംഗമം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കണം, ജ്യേഷ്ഠാനുജന്മാർ ആശ്ലേഷിക്കണം, പിണങ്ങി നിൽക്കുന്നവർ സലാം പറഞ്ഞ് ഇണക്കമുണ്ടാകണം. പാതിരാവുകൾ ഇരുണ്ട നിശബ്ദതയെല്ലാം പ്രാർത്ഥിച്ചവരാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, റബ്ബ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ നമ്മളും വിട്ടുവീഴ്ച കാണിച്ചാൽ മതിയാകൂ. ഈദിന്റെ പുത്തൻകുപ്പായത്തിന്റെ സുഗന്ധവും നാം പൂശിയ അത്തറിന്റെ പരിമളവും ഈദാഘോഷത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദിന്റെ ഹദിയ നാം നൽകുന്ന ഈദ് മുസല്ലയിലെ സദക്ക എബിലിറ്റി ഫൗണ്ടേഷൻ എല്ലാ വർഷവും നാം നൽകുന്ന ഒരു സ്ഥാപനത്തിനുള്ളതാണ്. നമ്മുടെ പള്ളിയുടെ കാര്യം പ്രത്യേകം നാം ഓർമ്മിക്കണം. കഴിഞ്ഞ പെരുന്നാൾക്ക് നാം തറക്കല്ലിട്ടതാ. പള്ളി നാം പോയി കാണണം. ഇത്രയും വേഗത്തിൽ ഇത്രയധികം പണികൾ നടന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു മുസല്ലക്ക് 10,000 രൂപ നാം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ പോലും ആകുന്നില്ല. എല്ലാവരും നൽകണം. നൽകിയവരും പറ്റുമെങ്കിൽ നൽകണം. ഒരു മുസല്ലയുടെ പൈസ 10,000 രൂപ നമ്മുടെ മഹലിന്റെ സുപ്രസാക്ഷാത്കാരമായ ഈ പള്ളിക്ക് വേണ്ടി നാം നൽകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. പ്രിയമുള്ളവരെ, റമദാൻ അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ വസന്തകാലമായിരുന്നു. ആ വസന്തകാലമാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വസന്തത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ പാപികളാണ്. അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായി പാപങ്ങൾ ചെയ്യുന്നവരാണ്. റബ്ബേ, നിന്റെ മഹത്തായ ഫദൽ കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങൾ ദുർബലരാണ്. ഞങ്ങളുടെ നോമ്പിലും, ഞങ്ങളുടെ നമസ്കാരങ്ങളിലും, ഞങ്ങളുടെ തറാവീഹുകളിലും, ഞങ്ങളുടെ ഖുർആൻ പാരായണത്തിലും, ഞങ്ങളുടെ സ്വതക്കകളിലും സക്കാത്തുകളിലും എല്ലാം റബ്ബേ കുറവുകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട്. ആ എല്ലാ കുറവുകളെയും പോരായ്മകളെയും പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, ഈ മുസല്ലയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളിൽ നിന്ന് അത് കബൂൽ ചെയ്യണമേ അല്ലാഹുവേ. അമലുകൾ മീസാനിൽ കനം തൂക്കുമ്പോൾ ഞങ്ങളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. അമലുകളെ സ്വാലിഹായ അമലുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ അല്ലാഹ്. മഹ്ശറയിൽ കൂടി മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളെ നീ അപമാനിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ അപമാനിക്കല്ല റബ്ബേ. നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. നീ ഗഫൂറാണ് റബ്ബേ, ഗഫൂറും റഹീമുമാണ് അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അളവറ്റ കാരുണ്യം കൊണ്ട്, നിന്റെ അളവറ്റ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ മുമ്പിൽ ദുർബലാണ് റബ്ബേ, തെറ്റ് ചെയ്തു പോകുന്ന സമൂഹമാണ് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ അല്ലാഹ്. ഇലാഹി, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഉപ്പമാർ നഷ്ടപ്പെട്ടു പോയവരാണ് ഞങ്ങൾ, ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയവരാണ് ഞങ്ങൾ, വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ, ഭാര്യമാരും മക്കളും നഷ്ടപ്പെട്ടു പോയവരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെ ഈ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അവരുടെ പർസനൽ ജീവിതം നീ നന്നാക്കി കൊടുക്കണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ എല്ലാ വീഴ്ചകളും കുറവുകളും പരിഹരിച്ച് അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു കെട്ട കാലത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ചുറ്റുഭാഗത്തും തിന്മകളുടെ അതിപ്രസരങ്ങളാണ്. ഞങ്ങളുടെ കുടുംബത്തെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നോമനകളെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ അവസ്ഥയിൽ നീ വളർത്തി വലുതാക്കി തരണമേ അല്ലാഹ്. യാതൊരുവിധ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും പോകാതെ സ്വാലിഹായ അവസ്ഥയിൽ അല്ലാഹുവേ നീ അവരെ വളർത്തി വലുതാക്കി തരണം.
അനുഗ്രഹിക്കണമേ അല്ലാഹ്. നിന്റെ സമുദായത്തിന് ഗുണമാകുന്ന, നിന്റെ ദീനിന് ഗുണമാകുന്ന, കുടുംബങ്ങൾക്ക് ഗുണമാകുന്ന, രാജ്യത്തിനും രാഷ്ട്രത്തിനും ഗുണകരമാകുന്ന വിധത്തിൽ ആ മക്കളെ നീ വളർത്തി വലുതാക്കി തരണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായപെട്ട ഞങ്ങളുടെ സഹോദരിമാരുണ്ട്. അവരെല്ലാം നിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചും കാത്തും ജീവിതത്തിലെ പ്രയാസങ്ങളെ സഹിച്ചു കഴിയുന്നവരാണ്. അവർക്ക് മാന്യമായ സ്വാലിഹായ ഒരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യമില്ലാതെ നിരാശപ്പെട്ട് കഴിയുന്ന, വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, നിന്റെ ഫضل കൊണ്ട്, നിന്റെ മഹത്തായ കുദറത്ത് കൊണ്ട് അവർക്കൊക്കെയും സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, മാന്യമായ ഹലാലായ ഉപജീവന മാർഗം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. വ്യത്യസ്ത തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ശാരീരികമായും മാനസികമായും വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗത്തെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ഏത് അനുഗ്രഹത്തിനും ഞങ്ങൾ ആവശ്യക്കാരാണ്. നീ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ഏത് നിസ്സാരമായ റഹ്മത്തിനും അനുഗ്രഹത്തിനും റബ്ബേ ഖൈറിന് ഞങ്ങൾ ആവശ്യക്കാരാണ്. ഞങ്ങൾക്കൊന്നും തടയില്ല റബ്ബേ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാർ, ഇലാഹി ഹയ്യും ഖയ്യൂമായവനെ, റഹ്മാനും റഹീമായവനെ, റബ്ബുൽ ആലമീനായ റബ്ബേ, മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രവാസ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരുണ്ട്, ഞങ്ങളുടെ രാജ്യക്കാരുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, അന്യമതത്തിൽപ്പെട്ട സഹോദരൻ. അല്ലാഹുവേ, വല്ലാത്ത ഭയാശങ്കയിലാണ് ആ സമൂഹം അവിടെ കഴിയുന്നത് റബ്ബേ. ഏത് സമയം എന്തും സംഭവിക്കാമെന്ന ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പല ആളുകളും വിളിക്കുന്നുണ്ട് റബ്ബേ, പല സഹോദരങ്ങളും സങ്കടങ്ങൾ പറയുന്നു അല്ലാഹ്. പലരും ഭയപ്പാടിലാണ് റബ്ബേ. ഉപജീവനം നഷ്ടപ്പെട്ടു പോകുന്നു ഭയപ്പെടുന്നവരുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി വിമാനം കയറിയവരാണ്. പല ആഗ്രഹങ്ങളും പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നവരാണ് റബ്ബേ. അവർ ആ രാജ്യത്ത് പോയി സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടുത്തെ നാട്ടിലെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. നിന്റെ കരവലയത്തിനുള്ളിലാക്കി അല്ലാഹുവേ, നിന്റെ ഫضل കൊണ്ട് അവർക്ക് സമാധാനം കൊടുക്കണേ റബ്ബ്. എല്ലാ ഭയാശങ്കകളും മാറ്റി നിന്നിൽ നിക്ഷിപ്തമാകുന്ന സക്കീനത്ത്, മഹത്തായ സമാധാനം നൽകി ആ സമൂഹത്തെ നീ കാത്തുകൊള്ളണമേ അല്ലാഹ്. ആ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തി ആ രാജ്യത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് സുഭിക്ഷതയും ഐശ്വര്യവും ആ രാജ്യങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈമാനികമായ കരുത്ത് കൊടുക്കണമേ അല്ലാഹ്. കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക് റബ്ബേ യാതൊരുവിധ കേടുപാടുമില്ലാതെ സുരക്ഷിതമായി ഞങ്ങളുടെ നാടുകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സൗഭാഗ്യം റബ്ബേ അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ആരുടെയും ജോലി നഷ്ടപ്പെടാതെ, ഉപജീവന മാർഗം തടസ്സം വരാതെ റബ്ബേ സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നീ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമേ അല്ലാഹ്. പലസ്തീനിലെ, സിറിയയിലെ, ഇറാനിലെ കുഞ്ഞുങ്ങളെ റബ്ബേ, അവിടുത്തെ ജനങ്ങളെ റബ്ബേ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് അല്ലാഹുവേ, നിന്റെ സഹായം അവർക്കുണ്ടാവണേ അല്ലാഹ്. ഈമാനികമായ കരുത്ത് അവർക്ക് നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ യുദ്ധം അവർക്ക് വിജയിപ്പിച്ചു കൊടുക്കണമേ അല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുവായ, മനുഷ്യരുടെ ശത്രുവായ, മനുഷ്യത്വത്തിന്റെ ശത്രുവായ ഇസ്രാഖിനെ, ഇസ്രായേൽ, അതുപോലെയുള്ള വിധ്വംസക രാജ്യങ്ങളെ റബ്ബേ നിന്റെ മഹത്തായ അനുഗ്രഹത്താൽ തകർത്ത് കളയണമേ അല്ലാഹ്. അവരുടെ ആ സമൂഹത്തിന്റെ, ശത്രു സമൂഹത്തിന്റെ അധികാരത്തെ നീ തകർത്ത് കളയണമേ അല്ലാഹ്. അവരുടെ ആയുധങ്ങളെ നീ തകർക്കണമേ അല്ലാഹ്. അവരുടെ തന്ത്രങ്ങളെ നീ നശിപ്പിക്കണമേ അല്ലാഹ്. അവരുടെ ഐക്യത്തെ ശിഥിലമാക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ആത്യന്തികമായി നിന്റെ റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ് അടക്കം വരുന്ന മാലാഖമാരെ കൊണ്ട് ആ സമൂഹത്തെ സംരക്ഷിക്കണമേ അല്ലാഹ്. രക്ഷപ്പെടുത്തണമേ റബ്ബേ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റിമറിക്കണമേ അല്ലാഹ്. ഈമാൻ നിലനിർത്തി തരണമേ അല്ലാഹ്. മരണസന്ദർഭത്തിൽ മുഅ്മിനായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഈദ് മുസല്ലയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയ മുഴുവൻ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കി തരണമേ അല്ലാഹ്. സുരക്ഷിതമായി ഇസ്ലാമിക പ്രബോധനം ചെയ്ത് മുസ്ലിമായി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം രാജ്യത്ത് ഉണ്ടാക്കി തരണമേ അല്ലാഹ്. നല്ല അധികാരികളെ നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല ഭരണം നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്ത് അഭിവൃദ്ധിയും സമാധാനവും കൈവരുത്തി നൽകണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മുസല്ലയുടെ ശ്രേഷ്ഠത കണക്കിലെടുത്ത് അല്ലാഹുവേ, ഇതിന്റെ പവിത്രതയും പ്രത്യേകതയും കണക്കിലെടുത്ത് അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ അല്ലാഹുമ്മ ഇന്നാ നഹ്മദുക വനസ്തഈനുക വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. اللهم لك الحمد كله
ولك الشكر كله وإليك يرجع الأمر كله علانية وسرا علانية وسرا. اللهم اجعلنا عتقائك من النار، اللهم اجعلنا عتقائك من النار. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين من النار يا حي يا قيوم. اللهم لك أسلمنا وبك آمنا وإليك أنبنا وعليك توكلنا، واغفر لنا واغفر لنا واغفر لنا واغفر لنا ما قدمنا وما أخرنا وما عللنا وما أسررنا وما أنت أعلم به منا، إنك أنت المقدم وأنت المؤخر، لا إله إلا أنت سبحانك إنا كنا ظالمين. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم انصر الإسلام والمسلمين في كل مكان يا رحمن يا رحيم. اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل مكان. اللهم توفنا مسلمين، اللهم توفنا مسلمين والحقنا بالصالحين، اللهم توفنا مسلمين والحقنا بالصالحين، اللهم توفنا مسلمين والحقنا بالصالحين. اللهم أعنا على سكرات الموت، اللهم أعنا على سكرات الموت، اللهم أعنا على سكرات الموت. اللهم لا تدع لنا ذنبا إلا غفرته، ولا دينا إلا قضيته، ولا مريضا إلا شفيته، ولا أسيرا إلا فقدت أسره، ولا عاسيا إلا رحمته يا أرحم الراحمين. اللهم اهدنا فيمن هديت، وعافنا فيمن عافيت، وتولنا فيمن توليت، وبارك لنا فيما أعطيت.